ഇന്ന് നമുക്ക് വെജ് പിസ്സ ചെയ്യാം. ഓവണില്ലാതെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിനായിട്ട് നമുക്ക് ആദ്യം ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 150 ml ഇളം ചൂടുള്ള പാലിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും അതിലേക്ക് 1/2 ടീസ്പൂണോളം ഈസ്റ്റ്, ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ അത് ആക്റ്റീവായി പുളിച്ച് പൊങ്ങി വരും. ഇങ്ങനെ പൊങ്ങി വന്ന ശേഷം നമുക്കൊരു ഡ്രൈ ആയ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, അല്പം ഉപ്പ് കൂടെ ചേർത്ത് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈസ്റ്റ് കലക്കി വെച്ച പാല് മുഴുവനായി ആദ്യം ഒഴിച്ചു കൊടുക്കണ്ട, അല്പം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. വെള്ളം കൂടുതലാവാനും പാടില്ല. അപ്പോൾ ആദ്യം പകുതി ഒഴിച്ചു കൊടുക്കാം, അതിന് ശേഷം വീണ്ടും ബാക്കിയുള്ളത് കൂടെ. ഇപ്പോൾ ഇത് മുഴുവനായും ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുഴച്ചിട്ട് അല്പം പോരാ തോന്നുകയാണെങ്കിൽ അല്പം പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് കൊടുത്താൽ മതി. നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്, എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. റൂം ടെമ്പറേച്ചറുള്ള ബട്ടറായിരിക്കണം. ഇനി നമുക്കത് നല്ല പോലെ ഒന്ന് മയപ്പെടുത്തി എടുക്കേണ്ടതാണ്. അതിനായിട്ട് ഞാൻ അല്പം മൈദ തന്നെ വിതറി കൊടുത്തതാണ്. ഇനി അത് നല്ല പോലെ ഒന്ന് നീട്ടി കുഴച്ച് നല്ല പോലെ ഒന്ന് മയപ്പെടുത്തി എടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റോളം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബൗളിലേക്ക് തന്നെ അല്പം എണ്ണ പുരട്ടി കൊടുക്കാം. നല്ലപോലെ എണ്ണയൊന്ന് പുരട്ടി കൊടുത്ത ശേഷം ഈ മാവ് നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലും അല്പം എണ്ണയോ ബട്ടറോ ഏതാ വെച്ചാലും നമുക്കൊന്ന് തടവി കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറായിട്ടുണ്ട്. നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എയർ അതൊക്കെ ഒന്ന് കളയാം. അതിന് ശേഷം ഇതൊന്നുകൂടെ കുഴച്ചെടുക്കണം. ഒരു 1-2 മിനിറ്റ് ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇനി നമുക്ക് അല്പം പൊടിയൊന്ന് വിതറിക്കൊടുത്ത് ഇതൊന്ന് പരത്തിയെടുക്കണം. ഇതിന് 2ആക്കി ഭാഗിക്കാം. മാവ് 2 കപ്പ് മാവാണല്ലോ, അപ്പോൾ 2 പീസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ പകുതിയാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിന് ഒരു സ്റ്റീൽ പ്ലേറ്റിലോ അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന പിസ്സ ട്രേയിലോ, സ്റ്റീൽ പ്ലേറ്റ് ആയാലും മതി. അതിൻ്റെ ആ ഷേപ്പിനനുസരിച്ച് വട്ടത്തിൽ നമുക്കൊന്ന് ഇത് പരത്തിയെടുക്കാം. അതിന് ശേഷം അത് ആ പാത്രത്തിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു സ്റ്റീൽ പ്ലേറ്റ് ആയാലും അതിൽ എണ്ണ തടവി വെച്ച് കൊടുത്താൽ മതി. ഇനി ഇത് വെച്ച് കൊടുത്ത ശേഷം നമുക്കതിൻ്റെ ലെവലിനനുസരിച്ച് ഒക്കെ ഒന്ന് പരത്തി ഷേപ്പാക്കി എടുക്കണം. ഒരുപാട് കട്ടിയാവരുത്, എന്നാൽ ഒരുപാട് തിന്നും ആവരുത്. ആ രീതിയിൽ വേണം നമ്മളിത് പരത്തി കൊടുക്കാൻ. അതിനുശേഷം അതിൻ്റെ അരികുവശം നമുക്കിതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അരികുവശം മുഴുവൻ ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പിസ്സ സോസ് അപ്ലൈ ചെയ്യാം. ഇത് ഞാൻ വാങ്ങിച്ചതാണ്, നമുക്ക് വേണമെങ്കിൽ വീട്ടിലും ചെയ്തെടുക്കാം. പിസ്സ സോസ് എല്ലാവരുടെയും ഒരുപോലെ ആവുന്ന രീതിയിൽ ഇതാദ്യം നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാവരുടെയും ഒരുപോലെ ആവുന്ന രീതിയിൽ അതൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കല്പം ചീസ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. മോസറല്ല ചീസാണ്, അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് തക്കാളി, അതുപോലെ തന്നെ ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിലരിഞ്ഞ് അതൊന്ന് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ ക്യാപ്സിക്കവും തക്കാളിയും മാത്രമാണ്, പിന്നെ അല്പം സ്വീറ്റ് കോൺ കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് അല്പം സ്വീറ്റ് കോൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ഒറിഗാനോ കൂടെ അല്പം ഒന്ന് നമുക്ക് വിതറി കൊടുക്കാം.
സെറ്റായി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് ഇറക്കി മൂടി വെച്ച് കൊടുക്കാം. ഒരു 15-20 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ പിസ്സ തയ്യാറായിട്ടുണ്ടാവും. നമുക്കിത് കട്ട് ചെയ്യാം.